ഭൂപാലപുത്രൻ വിജിതാശ്വനും പിന്നെ ഭൂപരിപാലനം ചെയ്തു വാഴുന്ന നാൾ ഹര്യക്ഷനും ധൂമ്രകേശൻ മൃഗനുമങ്ങ് അർഹത്വമേറ്റമേറിയിടും ദ്രവിണസന്താനം സഹജർ അവന് അവർ നാൽവരും സാനന്ദമാഹന്ത പൂർവാദി ദിക്കുകൾ നാലും പരിചോട് പാലിച്ചിരുന്നതക്കാലം ഹവിർധനായിതു രാജ്യവും അവനു മകൻ പ്രാചീന ബർഹിസ് അവനീ മണ്ഡലമഖിലം നിറയവേ പ്രാചീനഗ്രസ്തംഭങ്ങളാലപി പ്രാപിപ്പിച്ചാൻ യജ്ഞങ്ങൾക്ക് അതിനാലേ നാമം അതായതവന് ശതദ്രുതി കാമിനി രത്നം സമുദ്രാത്മജയവൾ തന്നെ ചതുർമുഖൻ തന്നിയോഗത്തിനാൽ മന്നവൻ വീട്ടു സുഖിച്ചു വാഴുന്ന നാൾ പുത്രൻ അവൾ പെറ്റുടൻ പ്രജേതാക്കളെന്നത്രൈവ 10 പേരുണ്ടായതൂഴി തൽപ്രജേതാക്കൾ സംസാര വിഷയങ്ങൾ ഉൾപ്പൂവിലേതും ഒന്നിച്ചിയാതെ പരം ചിജ്ഞമാം ആത്മരമ്യ സ്വയം ജ്യോതിഷം തൽക്കാരണമുപാസിച്ചവരെ വരും പശ്ചിമദിക്കു നോക്കി തപസ്സിനു പോയി സ്വച്ഛബുദ്ധ്യ പരമാത്മജ്ഞാനാർത്ഥികൾ താമരപ്പൊയ് കഥൻ തീരദേശത്തു ചെന്ന് ആമോദശാലികൾ തങ്ങൾ ഇരുന്നുടൻ ഗാന്ധർവവും ശ്രവിച്ച് ആനന്ദചിത്തരായി ശാന്തിതരം വൈകതന്നിൽ നിന്നഞ്ജസ നേരെ കരേറെ പരിചോടെഴുന്നള്ളും ശ്രീരുദ്രനെ നമസ്കാരവും ചെയ്ത് അവർ നിന്ന നേരം പ്രസാദിച്ച ധരുദ്രനും നിന്നവരോട് അരുൾ ചെയ്തു മധുരമായി നിങ്ങൾ മഹത്വമേറും പ്രജേതാക്കളെന്ന് ഇങ്ങനെ ചൊല്ലും മഹത്തുക്കളല്ലയോ തുല്യാത്മനാമരുവീടും പ്രധാനികൾ കല്യാണശീലന്മാർ ഭാഗവതാഢ്യന്മാർ നല്ല ഭക്തന്മാർ അവരെ അനുഗ്രഹിച്ച് അല്ലലൊഴിപ്പതിനുള്ളൊരു ഞാനിപ്പോൾ രുദ്രഗീതം മഹാമന്ത്രം തെളിഞ്ഞാതിഭദ്രാത്മനാ നിങ്ങൾക്ക് ആശു ചൊല്ലിത്തരാം ശുദ്ധബുദ്ധ്യാം ജപിച്ചാലും ഈ സ്തോത്രം എന്ന് അത്യാദരാലുപദേശിച്ചരുളിനാൻ തൽകീർത്തനേന തപസ്സിനായിക്കൊണ്ടവർ അക്കാലം ആ സമുദ്രേ മുഴുകിടിനാർ മുഖ്യ തപോധനൻ നാരദൻ അന്നതിവിഖ്യാതനായെഴും പ്രാചീന ബർഹിസിൻപൂരിൽ അമാറെഴുന്നള്ളിയ നേരത്ത് സാരനായുള്ള നരവരനും മുത ഭക്ത്യാ നമസ്കൃതി ചെയ്തെഴുന്നേറ്റുടൻ പ്രീതി കൈക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയി ചെന്ന് ആർഘ്യപാദ്യാസന പൂജകളെ മുത രാജപ്രവരനും ചെയ്തിരുത്തിയിടിനാൻ അപ്പോൾ മഹാമുനി നാരദൻ ആത്മജ്ഞാന പ്രഭേദങ്ങളാം അത്ഭുതവാണികൾ ജൽപ്പിച്ചതു കേട്ടു സംസാര വൈരാഗ്യം ഉൾപ്പൂവിൽ ഉൾക്കലർന്നു പ്രധീശ്വരൻ ജ്ഞാനോപദേശ
ഗ്രഹണത്തിൽ ആഗ്രഹം മനസ്സി പൂണ്ട് ചോദിച്ചതിനുത്തരം ചൊന്നാൻ മുനീന്ദ്രൻ. എടോ നൃപതീശ്വര, മുന്ന ഭവാനാലഹു ഹനിച്ചീടിന യജ്ഞ പശുക്കൾ. ഭവാനെ ഹനിപ്പതിന് അജ്ഞാനികൾ പരലോകത്തുളരട്ടോ എന്നുള്ളതിങ്കൽ പുരഞ്ജന വൃത്തമാകുന്നോരു ഇതിഹാസവും അരുളി ചെയ്താൻ. മുന്നം പുരഞ്ജനാം നരേന്ദ്രോത്തമൻ തന്നുള്ളിലങ്ങ് അവിജ്ഞാത സഖനെയും വിട്ടുകളഞ്ഞൊരു രാജധാനീന്ദ്രമുത്കൃഷ്ടമായി ഉണ്ടാക്കുവാൻ തിരഞ്ഞിടിനാൻ. കണ്ടീലത് തനിക്കുള്ളിൽ തെളിഞ്ഞത് കൊണ്ടതാ പിന്നെയും നീളെ നടന്നവൻ. കിന്നനായി ഏറ്റവും പരവശനായുടൻ ചെന്ന് ഹിമവദ്ഗിരി വരൻ തന്നെ താഴ്വരയിങ്കലമാർ തെക്കേ പുറത്ത് ആവോളമൻപോട് നോക്കി നടക്കുമ്പോൾ 9 വാതിലുള്ളൊരു പുരവരം മുന്നിലമാർ അതിലക്ഷണയുക്തമായി കണ്ടാനവൻ. പുറമേ ബഹുശോഭ പൂണ്ടൂരു ഉദ്യാനം, അതിങ്കൽ വിവിധമാം പുഷ്പ സൗരഭ്യ സമൃദ്ധി ഗുണങ്ങളാൽ ഉൾപോവിലമാറും ദർപ്പക ഭ്രാന്തികൾ വർദ്ധിതമായിരിക്കും പ്രദേശോത്തമേ. സുസ്ഥലത്തിങ്കൽ ഒരുത്തിയെ കേവലം 100 ജന്മങ്ങൾ സഖിമാരുമായി ഏറെയുള്ളോർ ബഹുനായകന്മാരോടും പഞ്ചബണനാമം അഹിവരുന്തനോടും അഞ്ചിതയാം പ്രമദോത്തമ തന്നെയും ഭർത്താവിനെ തിരഞ്ഞങ്ങ് നടക്കുന്നോരു ഉത്തമയാം അവളെ കണ്ട് സാദരം ചിത്തേ മുഴുത്ത മദന പരവശാലത്തേൻ മൊഴിയാളോടാശ ചോദിച്ചിതു. എന്തടോ സുന്ദരിയായ നീതാനുടൻ എന്തിനായി ഇങ്ങനെ സഞ്ചരിക്കുന്നത്? ആരുടെ നന്ദനയായതു നീ അകതാരിൽ നിരൂപിച്ച കാര്യം ഒന്നെന്തടോ? ആരു നിനക്കിഹ ഭൃത്യരായി മേവിന വീരയോദ്ധാക്കളും നാരിമാരും ഇവർ. മുന്നിൽ നടക്കും ഫണീന്ദ്രനു നാമമെന്ത്? അൻപോടു നീ ഭുവനേശ്വരിയാകിയ പാർവതിയോ രമാദേവിയോ? കേവലം ഈ വണ്ണമുള്ള നീതാനവരല്ലയോ? ഭൂമൗ നടക്കുന്നതാകയാൽ എത്രയും കോമളയായ നീ വീരനാം എന്നുടേ മാനസനാഥയായി എന്നോട് കൂടെ വന്നാനന്ദമോട് ഇപ്പുരിയെ നിരന്തരം നന്നായി അലങ്കരിപ്പാനുള്ള യോഗ്യമുണ്ട്. ഇന്ദിരാദേവിയുമായി മുകുന്ദൻ വരൻ വൈകുണ്ഠലോകമലങ്കരിച്ച് ഏതുമൊരാകുലമന്യെ വാഴുന്ന വണ്ണമേ എന്നെയും വച്ചുകൊണ്ടിപ്പുരി തന്നെയും നന്നായി അലങ്കരിക്കണം മനോഹരേ. നിന്നെയോ വച്ചുകൊണ്ട് എന്നെ പൊരുന്നിതു കന്ദർപ്പൻ എന്നതിന് ഇന്നിനി നിന്നുടെ മൃളയാസകം അവനതമാകിയ മേള മുഖാംബുജം കാട്ടി രക്ഷിക്കാമേ. യുദ്ധം പറയും പുരഞ്ജനോടുടൻ എത്രയും അത്യാദരേണ പുരഞ്ജനി ചൊന്നാൾ. പുരുഷോത്തമനായിരിക്കുന്ന നിന്നോടു ഞാൻ പറയാം ഇതിനുത്തരം.
ഉൽപാദകനായ ദാതനെ ഞാൻ എൻ്റെ ചിത്തെ ധരിച്ചിരിക്കുന്നില്ല ഏതുമേ ഈ സ്ഥലത്തിങ്കൽ വന്നെത്തിനിന്നു ഞാൻ. ഈ സ്ത്രീ ജനങ്ങളെല്ലാം സഖിമാരല്ലോ, നിത്യമിക്കാണായി ചമഞ്ഞ പുരുഷരുമത്ര മമ സഖന്മാരെന്നറിക നീ. ഞാൻ ഉറങ്ങും പൊഴുതും പുനരൻ അനന്തരാ, ഞാൻ ഉറങ്ങും പൊഴുതും പുനരന്തരാ നൂനമുണർന്നിരിക്കും വിധിങ്കലും. താനിപ്പുരി പരിപാലിച്ചിരിപ്പവൻ ആനന്ദം ഉൾക്കൊണ്ട് ഇവൻ ഫണീന്ദ്രോത്തമൻ എന്നിങ്ങനെയുള്ളത് എൻ പരമാർത്ഥമിന്ന്. ഇന്നെന്നെ ഇങ്ങെത്തിച്ചത് ഈശ്വരാനുഗ്രഹം തന്നെ. വിഷയങ്ങളിച്ഛിച്ചിരിക്കുന്ന നിന്നെ അനുഭവിപ്പിപ്പന്യം എനിക്കുള്ള ബന്ധുക്കളുമായി അനുഭൂത സിദ്ധനായി. അന്ധതയെന്നിയേ നിത്യസുഖാന്വിതം എന്നോടു ചേർന്നിപ്പുരിയിൽ നൂറ്റാണ്ടു വാഴുന്നു തോന്നിയിടുകിൽ നന്നായി വരും ദൃഢം. നിന്നെ കണക്കെ സദൃശരായി ആരെയും മന്നിടത്തിങ്കൽ ഞാൻ മറ്റ് കണ്ടീലടോ. ധർമ്മ അർത്ഥകാമമോക്ഷാനന്ദ സന്തതി ധർമ്മയശസ്കരമാം ഗൃഹസ്ഥാശ്രമം ദേവകൾക്കും ഋഷികൾക്കും പിതൃക്കൾക്കും ഏവം മനുഷ്യഭൂതങ്ങൾക്കും ആശ്രയം. കേവലം ഈ ഗൃഹസ്ഥാശ്രമം എന്നറിഞ്ഞ് ആവിർമുദാബദ സാധിച്ചുകൊള്ളുവാൻ വീര്യബലാദ്യാംഗ സൗന്ദര്യമാദിയാ കാര്യഗുണങ്ങൾ ചേർന്നിടും ഭവാനെ ഞാൻ നൂനം വരിക്കുന്നതുണ്ട്. ഈ ഗുണങ്ങൾ ചേർന്ന് ആനന്ദവാനായ നിന്നെ ഉപേക്ഷിപ്പാൻ മനസ്സേ തോന്നുകയിൽ ഒരുത്തിക്കും എന്നാനന്ദവാണികളാൽ ഭ്രമിപ്പിച്ചുടൻ ചെന്നു പുരഞ്ജനൻ തന്നെ വരിച്ചു സമ്പൂർണമോദേന പുരഞ്ജനിയും. തമ്മിൽ ദമ്പതിമാരായി പുരിയിൽ അകമ്പുക്ക് സമ്പ്രതി നൂറ്റാണ്ടിരുന്നാർ സുഖാന്വിതം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമോ നമഃ.